അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ പാവങ്ങൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉണ്ടെന്നാണോ അർത്ഥം? അല്ല. ഇനി ഇൻ്റർനെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ ഉണ്ടെന്നാണോ? അതുമല്ല. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാലും വൈഫൈ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് ഒന്നാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണത് എന്താണ് ഇൻ്റർനെറ്റ്, എന്താണ് വൈഫൈ, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വൈഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വയർലെസ് ഫിഡിലിറ്റി എന്നാണ്. നമുക്ക് വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ് വൈഫൈ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയാൻ സാധിക്കും. നമുക്ക് ഒരു കേബിളും ഇല്ലാതെ ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, അതുപോലെ തന്നെ മറ്റ് വയർലെസ് ഡിവൈസുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗമാണ് വൈഫൈ. എന്നാൽ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഡിവൈസുകളിലും ഇതേപോലുള്ള ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, പ്രിൻ്ററുകൾ എന്ന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളിലും വൈഫൈ എനേബിൾഡ് ആണ്. അതായത് അതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ ഒരു വയർലെസ് അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വൈഫൈ റൗട്ടർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വൈഫൈ റൗട്ടറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഡിവൈസുകളെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമുക്കൊരു വൈഫൈ നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അത് എന്തിനാണ് നമ്മൾ ഈ വൈഫൈ നെറ്റ്വർക്ക് ഫോം ചെയ്യണത്? നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു 4 ലാപ്ടോപ്പ് ഉണ്ട്, വൈഫൈയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4 ലാപ്ടോപ്പിനും കൂടെ വേണ്ടിയിട്ട് ഒരു പ്രിൻ്റർ പർച്ചേസ് ചെയ്താൽ മതി. ഈ 4 ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ഇനി നമ്മുടെ കയ്യിലൊരു സിനിമയുണ്ടെങ്കിലോ, നമുക്ക് ഈ സിനിമ ഒരൊറ്റ ലാപ്ടോപ്പിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി 3 ലാപ്ടോപ്പുകളിലേക്കും നമുക്കത് സ്ട്രീം ചെയ്ത് വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫയൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ലാപ്ടോപ്പിലേക്ക് നമുക്ക് നെറ്റ്വർക്കിൽ തന്നെ ഷെയർ ചെയ്യാം. അല്ലാതെ പെൻഡ്രൈവിൽ എടുത്തിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് വയർലെസ് നെറ്റ്വർക്കാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് എടുത്തിട്ടില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലാൻ നെറ്റ്വർക്കിലാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഈ ലാൻ നെറ്റ്വർക്ക് നമുക്ക് വയർലെസ്സിൽ അല്ലെങ്കിൽ വൈഫൈയിൽ മാത്രമാണ് ഫോം ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല. നമുക്കിത് ഇതേപോലെയുള്ള Cat 6 നെറ്റ്വർക്ക് കേബിളുകൾ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഒരു സ്വിച്ച് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ചിലേക്ക് നമുക്ക് ഇതേപോലെയുള്ള Cat 6 നെറ്റ്വർക്ക് കേബിൾ കുത്തിക്കൊണ്ടും നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു ലാൻ നെറ്റ്വർക്ക് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് അവിടെ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരാം. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ്. അതായത് സെർവറുകളുള്ള വലിയൊരു നെറ്റ്വർക്കാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല പല റൗട്ടറുകൾ, സ്വിച്ചസ് ഇതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു നെറ്റ്വർക്കിലാണ് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ആമസോൺ, ഇങ്ങനെയുള്ള ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള വലിയ വലിയ ഇ-കൊമേഴ്സ് സൈറ്റുകളും സോഷ്യൽ മീഡിയ സൈറ്റുകളും എല്ലാം ഉള്ളത്. അപ്പോൾ ആ വലിയ നെറ്റ്വർക്കിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ 4 കമ്പ്യൂട്ടർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് എയർടെൽ, ജിയോ, ഏഷ്യനെറ്റ്, കേരള വിഷൻ അങ്ങനെയുള്ള പല ആളുകളുടെയും, നമ്മുടെ BSNLൻ്റെയും കെ ഫോണിൻ്റെ ഒക്കെ സഹായം വേണ്ടി വരും. അപ്പോൾ അവർ നമ്മുടെ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വലിയ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സർവീസ് തരുന്നുണ്ട്. ആ സർവീസിന് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കണം. അതായത് എത്ര GB ഡാറ്റ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ അങ്ങനെ എത്ര നാളത്തേക്ക് നമ്മൾ ഈ കണക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ സർവീസ് തരുന്ന കമ്പനിക്ക് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ഈ ഒരു അവർ പറയുന്ന ആ ഒരു താരിഫ് എന്നൊക്കെ പറയണത്. അപ്പം നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം മാത്രമാണ് ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എയർടെലിൻ്റെ ഒരു ഇൻ്റർനെറ്റ് എനിക്ക് കിട്ടി, ഞാൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ വൈഫൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വളരെ വലിയൊരു മഴയും ഇടിയെല്ലാം കൂടെ വന്നിട്ട് അടുത്ത് നിന്നൊരു വാഴ ഒടിഞ്ഞ് എയർടെൽ വലിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേബിളിൻ്റെ മുകളിലോട്ട് വന്ന് വീണു. ആ കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റ് ഇല്ല, പക്ഷേ എനിക്ക് വൈഫൈ ഉണ്ട്. ഞാൻ വൈഫൈയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
എൻ്റെ ഈ 4 ലാപ്ടോപ്പും ആ പ്രിൻ്ററും വെച്ചിട്ട് ഈ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇൻ്റർനെറ്റ്, എന്താണ് വൈഫൈ. ഇൻ്റർനെറ്റ് എന്നാൽ വേൾഡ് വൈഡ് വെബാണ്, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ്. പക്ഷേ അതേസമയം വൈഫൈ എന്നാൽ നമുക്ക് ആ ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മാർഗം മാത്രമാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ക്യാമറകൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിലേക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളുണ്ടായി. എടാ പറ്റിക്കൽ മനുഷ്യ, അല്ലെങ്കിൽ എടാ വഞ്ചക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നീ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇങ്ങനെ കമൻറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ പാവങ്ങൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. താഴെ കമൻറ്റ് ബോക്സിൽ പണ്ടത്തെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ കമൻറ്റുകൾ മോശമായിട്ട് എഴുതിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ തന്നെ ഒരു മറുപടി കൊടുക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.